നോമ്പ് ഖളാ ഉള്ളവൻ മരിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? നോമ്പ് ഖളാ ഉള്ള വ്യക്തി ഖളാ വീട്ടാൻ സൗകര്യപ്പെട്ടിട്ടും ഖളാ വീട്ടാതെ മരിച്ചു. അങ്ങനെ മരിച്ചാൽ അവൻ്റെ നോമ്പിന് ഒരു മുദ്ദും മറ്റൊരു റമദാനിനെ തൊട്ടത് പിന്തിപ്പിച്ചതിന് ഒരു മുദ്ദും, അങ്ങനെ ഒരു നോമ്പിന് 2 മുദ്ദ് വീതം നൽകേണ്ടതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ എത്ര റമദാൻ പിന്തിപ്പിച്ച വർഷങ്ങൾ കൂടുകയാണെങ്കിൽ ആ വർഷത്തിനനുസരിച്ച് മുദ്ദുകളുടെ എണ്ണം കൂടും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, മുദ്ദുല്ലിൽ ഫവാത്തി വ മുദ്ദുല്ലിൽ തഖീരി. ഒന്ന് ഫവാത്ത്, നഷ്ടപ്പെട്ടു പോയി, അവൻ ഖളാ വീട്ടിയിട്ടില്ല, ആ നിലക്ക് നോമ്പിന് ഒരു മുദ്ദ്, പിന്തിപ്പിച്ചതിന് മറ്റൊരു മുദ്ദ്. ഈ നിലക്ക് 2 മുദ്ദ് ചുരുങ്ങിയത് ഓരോ നോമ്പിനും കൊടുക്കേണ്ടതാണ്. മുദ്ദ് കൊടുക്കലിന് നിർബന്ധമുണ്ടോ? മരണപ്പെട്ട വ്യക്തിയെ തൊട്ട് അവന്റെ നോമ്പിനു പകരം മുദ്ദ് തന്നെ നിർണയമാവുകയില്ല എന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. അഥവാ ഒന്നിരിക്കൽ അവന്റെ നഷ്ടപ്പെട്ട നോമ്പ് അവന്റെ അടുത്ത കുടുംബക്കാരോ അല്ലെങ്കിൽ അവർ സമ്മതം കൊടുത്ത മറ്റാളുകളോ നോമ്പ് നോറ്റുവീട്ടുകയാണെങ്കിൽ ആ നോമ്പിന് പകരം മുദ്ദ് കൊടുക്കേണ്ടതില്ല, പിന്തിപ്പിച്ചതിന്റെ മുദ്ദ് മാത്രം കൊടുത്താൽ മതി എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു കിടപ്പ. എങ്കിലും ഏറ്റവും നല്ലത് ഇത്ആമാണ്, മുദ്ദ് കൊടുക്കലാണ്. അതേ സമയത്ത് അടുത്ത കുടുംബക്കാരോ അവർ സമ്മതം കൊടുത്തവരോ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുന്നത് കൊണ്ട് പ്രശ്നവുമില്ല, വീട്ടാവുന്നതാണ് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. ഹൈദ്, നിഫാസ് എന്നിവ പ്രഭാതത്തിന്റെ മുമ്പ് നിന്നാൽ കുളിക്കുന്നതിന്റെ മുമ്പ് നോമ്പ് നോൽക്കാൻ പറ്റുമോ? പകൽ സമയത്താണ് ഇത് അറിഞ്ഞതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ ജനാപത്തുകാരനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഹൈല് നിഫാസ് ഉള്ള സ്ത്രീകൾക്ക് നോമ്പ് നിർബന്ധമില്ല. അതേ സമയത്ത് പ്രഭാതത്തിന്റെ മുന്നേ അവരുടെ ഹൈല് മുറിഞ്ഞു അല്ലെങ്കിൽ നിഫാസ് രക്തം മുറിഞ്ഞു എങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമോ? ഇല്ലേ, നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. മറ്റു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. പ്രഭാതത്തിന്റെ മുന്നേ പറഞ്ഞ കുളി നേരത്തെ ജനാപത്തുകാരനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ പ്രഭാതത്തിന് ശേഷം കുളിച്ചാലും മതി, മുന്നേ കുളിക്കുകയും ചെയ്യാം. കുളി നോമ്പുമായി ബന്ധം ഇല്ല. അതേ സമയത്ത് പിന്നെ മുറിഞ്ഞത് പകലിലാണെങ്കിലോ എന്നും ചോദ്യത്തിലുണ്ട് അല്ലേ? അങ്ങനെ പകലിൽ മുറിഞ്ഞെങ്കിൽ അവർക്ക് ഇംസാക്ക് സുന്നത്തുണ്ട്. നോമ്പുകാരനെ പോലെ ഭക്ഷണങ്ങളും വെള്ളവും ഒക്കെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ സുന്നത്തുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുത്താജിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്താണ് ഇംസാക്ക് എന്നതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇംസാക്ക് നിർബന്ധമാവുന്ന സന്ദർഭം ഒന്ന് വിശദീകരിക്കും. ഇംസാക്ക് നമ്മൾ ചില ഉത്തരങ്ങളിലൊക്കെ ഇങ്ങനെ ഇംസാക്ക് എന്ന് പറയാറുണ്ട്. പല ആളുകൾ വാദുകളിലും പറയും. എന്താണ് ഇംസാക്ക് അല്ലേ? അതല്ല ചോദ്യം. ഇംസാക്ക് എന്ന് പറയുന്നത് നോമ്പുകാരനെ പോലെ, നോമ്പുകാരൻ എന്തൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ അത്തരം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ വർജിച്ച് നോമ്പുകാരനെ പോലെ നിൽക്കുക, ഇതിനാണ് ഇംസാക്ക് എന്ന് പറയുന്നത്. ഈ ഇംസാക്ക് സുന്നത്തുള്ള ഘട്ടങ്ങളുമുണ്ട്, നിർബന്ധമുള്ള ഘട്ടങ്ങളുമുണ്ട്. സുന്നത്തുള്ള ഒരു ഘട്ടമാണ് നേരത്തെ പറഞ്ഞത്, അനുവദനീയമായ മതിയായ കാരണങ്ങളുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ദീർഘയാത്ര ചെയ്യുന്ന, അനുവദിക്കപ്പെട്ട അനുവദനീയമായ ദീർഘയാത്ര ചെയ്യുന്ന ആള്, ഒരാൾ ഗൾഫിൽ നിന്ന് യാത്ര വന്നു, അങ്ങനെ യാത്രയിൽ അവനെ നോമ്പ് ഒഴിവാക്കാം, നാട്ടിലെത്തി പകൽ തന്നെ എങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള വൈകുന്നേരം വരെ ഇംസാക്ക് അവന് സുന്നത്തുണ്ട്. കാരണം അവന് അനുവദനീയമായ കാരണങ്ങളെ കൊണ്ട് നോമ്പ് ഒഴിവാക്കിയവനാണ്, സുന്നത്തുണ്ട്. അതേ സമയത്ത് മതിയായ കാരണങ്ങളില്ലാതെ നോമ്പ് ഒഴിവാക്കിയ വ്യക്തി, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ അവന്റെ അശ്രദ്ധ കൊണ്ട് നോമ്പ് ഒഴിവായി, ഉദാഹരണത്തിന് സുബഹിയുടെ മുന്നേ എണീറ്റ് നിയ്യത്ത് വെച്ചില്ല, നിയ്യത്ത് വെക്കാൻ മറന്നു. അപ്പൊ അങ്ങനെ നിയ്യത്ത് വെക്കാൻ മറന്നതോ അത് മതിയായ കാരണമല്ല നോമ്പ് ഒഴിവാക്കാൻ, അശ്രദ്ധ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അവൻ ആ പകല് നോമ്പുകാരനല്ലെങ്കിലും നോമ്പുകാരനെ പോലെ ഇംസാക്ക് ചെയ്യല് നിർബന്ധമാകുന്നു. മറ്റൊരു വ്യക്തി അവൻ കരുതിക്കൂട്ടി അങ്ങ് നോമ്പ് മുറിച്ചു, അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു എങ്കിൽ അവനും ഇംസാക്ക് നിർബന്ധമാണ്. ഇങ്ങനെ ഇംസാക്ക് നിർബന്ധമായ വ്യക്തികള്
നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഹറാമാണ്, കുറ്റം കിട്ടും. അതേസമയത്ത് അവർ ഇംസാക്ക് കൊണ്ടോ ഒരു നോമ്പിന്റെ പ്രതിഫലം അവർക്കില്ലെങ്കിലും ഈ ഇംസാക്ക് എന്ന നിർബന്ധമായ കർമ്മം ചെയ്തതിനുള്ള കൂലിയും അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇംസാക്ക് എന്ന് പറയുന്ന നോമ്പുകാരനെ പോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വെടിഞ്ഞു നിൽക്കുക. ഈ ഇംസാക്ക് സുന്നത്തായ രംഗങ്ങളുമുണ്ട്, സുന്നത്തല്ലാതെയുമുണ്ട്. മതിയായ കാരണങ്ങളോടുകൂടി നോമ്പ് ഒഴിവാക്കിയവന് അവന്റെ ആ കാരണം നീങ്ങിയാൽ അവൻ ഇംസാക്ക് സുന്നത്തുണ്ട്. മതിയായ കാരണമില്ലാതെ അതിക്രമമായോ അശ്രദ്ധ കൊണ്ടോ നോമ്പ് ഒഴിവാക്കിയവൻ ഇംസാക്ക് ചെയ്യൽ നിർബന്ധവുമാണ്. ഇംസാക്ക് കൊണ്ട് നോമ്പിന്റെ പ്രതിഫലമില്ലെങ്കിലും നോമ്പുകാരനെ പോലെ നിൽക്കുന്നത് കൊണ്ട് ഒരു നിർബന്ധം ചെയ്തതിന്റെ കൂലി അവനുണ്ടാവുന്നതാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് പൈൽസ്. ഈ പൈൽസ് രോഗിയുടെ കുരു പുറത്തേക്ക് വരികയും അത് അവൻ ഉള്ളിലേക്ക് ആക്കുകയും ചെയ്താൽ നോമ്പ് മുറിയുമോ? ഒരു രോഗമാണ്. അല്ലാഹു തആല നമുക്ക് അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് പോസ്റ്ററുകളും മറ്റൊക്കെ നമ്മളെ ഈ ഏരിയയിലൊക്കെ കണ്ടാൽ ഇവിടെ ഫുള്ള് ആ രോഗികളാണ് എന്ന് മനസ്സിലാവുള്ളൂ. അതിനു മാത്രം പരസ്യങ്ങളും ഡോക്ടർമാരും ചികിത്സയുമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അത് വ്യാപകമായ രോഗമാണ് എന്ന് മനസ്സിലാവുന്ന അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും ബാസൂർ എന്നാണ് അതിന് അറബിയിൽ പറയും. ഉത്തര ഇംഗ്ലീഷ് വേർഡാണ് ഉപയോഗിച്ചിരുന്നത്. ബാസൂർ എന്ന് അറബിയിൽ അതിന് പറയും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതും വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചിലപ്പോൾ തനിയെ തന്നെ അത് ഇറങ്ങുകയും തനിയെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. എന്നാൽ നോമ്പ് മുറിയില്ല. ചില ആളുകൾക്ക് തനിയെ കയറാതെ ചിലപ്പോൾ അത് കൈവിരൽ കൊണ്ട് അങ്ങോട്ട് കയറ്റേണ്ടി വരും. അങ്ങനെ കയറ്റിയാലും നോമ്പ് മുറിയുകയില്ല. കാരണം ലിൽ ഇൽത്തിറാറി, അത് ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അത് മാപ്പുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. കണ്ണ്, ചെവി, മൂക്ക് എന്നിവയിൽ മരുന്നിറ്റിക്കുന്നതിൻ്റെ വിധി എന്താണ്? നോമ്പ് അസാധുവാകുമോ? അല്ല, കുഴപ്പമില്ല. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഇലാമാ യുസമ്മ ജൗഫൻ, ജൗഫ് എന്ന് പറയപ്പെടുന്ന ഉള്ളിലേക്ക് ഒരു തടി ചേരുക, അത് വുളു മുറിയുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം വരിക. തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറയുന്നത് ദൃഷ്ടിക്ക് ഗോചരമായ നിലക്ക് ഉള്ളിലേക്കുള്ള പ്രവേശന ദ്വാരം. അങ്ങനെയുള്ള ദ്വാരത്തിലൂടെ ഒരു തടി കടന്നാൽ, ഉള്ളിലേക്ക് കടന്നാൽ മുറിയുമെന്ന് പറഞ്ഞത് കാണാം. അതിൽ നമ്മുടെ മൂക്ക്, ചെവി, മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും മൂക്കിന്റെ തരിമൂക്കിന്റെ അപ്പുറം മുതൽക്ക് നമ്മുടെ ഉള്ളിലേക്ക് ദ്വാരമുണ്ട്. വസ്തുക്കൾ ചേരാൻ പറ്റിയ കാണാൻ ഗോചരമായ ദ്വാരം തന്നെ ഉള്ളത് കൊണ്ട് മൂക്കിൽ മരുന്നിറ്റിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. ചെവിയും തദൈവ, മൂക്ക് പോലെ തന്നെ ദൃഷ്ടിക്ക് ഗോചരമായ ദ്വാരമുണ്ട്. അതേ സമയത്ത് കണ്ണ് അതിൽ നിന്നും ഭിന്നമാണ്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായി സുർമയിട്ടിരുന്നു എന്ന് ചില ഹദീസുകൾ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്തത് കാണാം. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റുള്ള ഇതുപോലുള്ള ചില ഹദീസുകളും വെച്ചുകൊണ്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, കണ്ണിൽ സുർമയിട്ട് അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ ഇട്ടിച്ച് അത് തൊണ്ടയിലേക്ക് എത്തിയാലും അതിന്റെ കുളിരെത്തിയാലും നോമ്പ് മുറിയുന്നതല്ല എന്ന് പറഞ്ഞത് കാണാം. അതിന് കാരണം പറയുന്നത് മഫ്തൂഹായ, അത് ദൃഷ്ടിക്ക് ഗോചരമായ ദ്വാരം കണ്ണിൽ നിന്നുള്ളിലേക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മറിച്ച് നമുക്ക് കുളിർമ എത്തുന്നുണ്ടല്ലോ, അത് രോമകൂപങ്ങളിലൂടെ ഒക്കെ ഉള്ളിലേക്ക് കുളിർമ എത്തുന്നത് പോലെയാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു മനസ്സിലാക്കണം, ചെവി, മൂക്ക് മരുന്നിറ്റിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. കണ്ണിൽ മരുന്നിറ്റിച്ചത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. തൈലം, എണ്ണ പോലത്തെ വസ്തുക്കൾ തലയിൽ തേച്ച് കുളിക്കുമ്പോൾ ഒരു കുളിർമ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. നോമ്പുകാരൻ ഇങ്ങനെ എണ്ണയോ തൈലമോ തേച്ച് കുളിച്ചാൽ നോമ്പ് മുറിയുമോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞത് ദൃഷ്ടിക്ക് ഗോചരമായ ദ്വാരത്തിലൂടെ ഉള്ളിലേക്കൊരു വസ്തു കിടക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് തലയിൽ എണ്ണയിടുകയോ ശരീരത്തിൽ തൈലം തേക്കുകയോ കുളിക്കുകയോ ചെയ്തതിന്റെ കാരണം ഒരു കുളിർമ ഉള്ളിൽ അനുഭവപ്പെട്ടാലും രോമകൂപങ്ങൾ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമായ അതിന് വിധേയമായ നിലക്കുള്ള ദ്വാരം അല്ലാത്തത് കൊണ്ട് എണ്ണയിട്ട് കുളിക്കുന്നതിനോ അല്ലെങ്കിൽ തൈലം തേച്ച് കുളിച്ചാലോ നോമ്പ് മുറിയുന്നതല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇഞ്ചക്ഷൻ ചെയ്യുക, ഗ്ലൂക്കോസ് കയറ്റുക,
രക്തമെടുക്കുക പോലത്തെ കാര്യങ്ങളെ കൊണ്ട് നോമ്പ് മുറിയുമോ? ഇപ്പോ അതും ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നു. ഇഞ്ചക്ഷൻ ചെയ്യുക, ഗ്ലൂക്കോസ് കയറ്റുക, ഇങ്ങനെ ഇതുകൊണ്ട് നോമ്പ് മുറിയുമോ എന്നാണ് ചോദ്യം. പല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നോമ്പ് മുറിയുന്ന വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ മിൻഹാജിൽ തന്നെ പറഞ്ഞത് കാണാം, വത്തഖ്തീറു ഫീ ബാത്തിനിൽ ഉദ്നി വൽ ഇഹ്ലീലി, ചെവിയുടെ ഉള്ളിൽ മരുന്നുറ്റിക്കുക, വൽ ഇഹ്ലീലി, ഇഹ്ലീലി എന്ന് പറഞ്ഞാൽ മഖ്റജു ബൗലിൻ വലബനി, മൂത്രം വരുന്ന മൂത്രദ്വാരം, അതുപോലെ മുലപ്പാൽ വരുന്ന മുലപ്പാൽ ദ്വാരം, ഇങ്ങനെ മുലപ്പാൽ ദ്വാരത്തിലോ മൂത്രദ്വാരത്തിലോ മരുന്നുറ്റിച്ചാൽ വൈലം യുജാവിദിൽ ഹസ്ഫത്ത, അത് ഹസ്ഫയെ വിട്ട് മുന്നോട്ട് കടന്നിട്ടില്ലെങ്കിലും, അതുപോലെ വല്ല ഹലമത്ത, ഈ മുലക്കണ്ണിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ടില്ലെങ്കിലും നോമ്പ് മുറിയും എന്ന് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനും കർമ്മശാസ്ത്ര വിശാരദനും രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെട്ട മഹാപണ്ഡിതനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടത്തെ ലോക പ്രശസ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥമായ മിൻഹാജിൽ രേഖപ്പെടുത്തിയത് കാണാം. വത്തഖ്തീറു ഫീ ബാത്തിനിൽ ഉദ്നി വൽ ഇഹ്ലീലി ഐ മഖ്റജുൽ ബൗലി വല്ലബൻ. അപ്പൊ മുലപ്പാൽ ദ്വാരത്തിലേക്കോ മൂത്രദ്വാരത്തിലേക്കോ മരുന്നിറ്റിച്ചാൽ മൂത്രം വരുന്നത് നരമ്പിലൂടെയാണ്, മുലപ്പാൽ മുലക്കണ്ണിലേക്ക് വരുന്നത് നരമ്പിലൂടെയാണ് എന്ന് വൈദ്യശാസ്ത്രം ശരീരശാസ്ത്രം അറിയുന്നവർക്കെല്ലാവർക്കും അറിയാം. ആ നിലക്ക് അത്തരം നരമ്പിലേക്ക് മരുന്നിറ്റിച്ചാൽ തന്നെ നോമ്പ് മുറിയുമെന്ന് ഫുഖഹാവ് പറഞ്ഞതിൽ നിന്ന് നരമ്പ് ഉള്ളാണ് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ദൃഷ്ടിക്ക് ഗോചരമായ ദ്വാരമാണ് എന്നും മനസ്സിലായി. അപ്പൊ ദൃഷ്ടിക്ക് ഗോചരമായ ദ്വാരത്തിലൂടെ ഉള്ളി എന്ന് പറയുന്നതിലേക്ക് മരുന്നിറ്റിച്ചാൽ, അല്ലെങ്കിൽ ഒരു അയിന് തടി ചേർന്നാൽ നോമ്പ് മുറിയുമെന്ന ഫുഖഹായിന്റെ ഇബാറത്തിൽ നിന്ന് ഇഞ്ചക്ഷനോ ഗ്ലൂക്കോസോ നരമ്പിലേക്കാണ് അടിക്കുന്നത് എങ്കിൽ നോമ്പ് മുറിയുന്നതാണ് എന്ന് വളരെ പച്ചയായി നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ചില ഇഞ്ചക്ഷനുകൾ മസിലിലേക്ക് അടിക്കും, നരമ്പിലേക്കാവൂല. മസിലിലേക്ക് അടുക്കുമ്പോൾ പിന്നെ ഇലാമായുസമ്മ ജൗഫൻ എന്നുള്ളതില്ല. അതുകൊണ്ട് മസിലിലേക്ക് അടിക്കുന്ന ഇഞ്ചക്ഷൻ നോമ്പ് മുറിയാൻ സാധ്യതയില്ല. അതേ സമയത്ത് നരമ്പിലേക്ക് അടിക്കുന്ന ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും മുറിയുന്നതാണ് എന്ന് മിൻഹാജിന്റെ അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണത്തിന്റെ പരിധിയിൽ ഇത് പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിലക്ക് തന്നെ അത് വിശദീകരിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ഖലനം, വികാരത്തോടു കൂടെയുള്ള സ്പർശനം, ചുംബന, ദർശനം എന്നിവ കൊണ്ട് നോമ്പ് അസാധുവാകും. സ്ഖലനം ഒരാൾക്ക് സ്പർശനമില്ലാതെ സ്ഖലനമുണ്ടായാൽ ആ സ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. ഒരു ഉറക്കത്ത് സ്ഖലനമുണ്ടായി നോമ്പ് മുറിയില്ല. അതുപോലെ മറയോട് കൂടെയുള്ള സ്പർശനം, അതുപോലെ ദർശനം, ചിന്ത, നോട്ടം, ഇങ്ങനെ ഉള്ള കാരണങ്ങളെ കൊണ്ടും സ്ഖലനമുണ്ടായാലും നോമ്പ് മുറിയുന്നതല്ല. അതേസമയത്ത് അതിന്റെ വിധി എന്ത്? സ്ഖലിക്കുമെന്നും രതി മൂർച്ച കൂടി സ്ഖലനത്തിലേക്കും കൂട്ടുമെന്നും കണ്ടാൽ അത്തരം കാര്യങ്ങൾ നോക്കൽ അനുവദനീയമായവരെ, തൊടൽ അനുവദനീയമായവരെ തന്നെ തൊട്ടുകൊണ്ടും നോക്കിക്കൊണ്ടും അത്തരം സന്ദർഭങ്ങളിലേക്ക് വൈകൂട്ടുന്ന പ്രവർത്തനം ഹറാമാണ്. അതേ സമയത്ത് തൊടാതെ സ്പർശിക്കാതെ ഇങ്ങനെ സംഭവിച്ചാൽ നോമ്പ് മുറിയുന്നതല്ല. തൊട്ടാൽ സ്പർശിച്ചാൽ നോമ്പ് മുറിയുന്ന ആളുകളെ മറയില്ലാതെ തൊട്ടുകൊണ്ട് സ്ഖലനം വന്നാൽ നോമ്പ് മുറിയുന്നതും ആണ്. രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. തൊട്ടാൽ ഒതുമുറിയുന്നവരെ സ്പർശിച്ചുകൊണ്ട് സ്ഖലനം വന്നാൽ നോമ്പ് മുറിയും. അതേസമയത്ത് മറയോടുകൂടെ തൊട്ടിട്ടോ നോക്കിയിട്ടോ ചിന്തിച്ചിട്ടോ സ്ഖലനം വന്നാൽ നോമ്പ് മുറിയുന്നതല്ല. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഹുക്കുമെന്ത്? അത് ഇതിലേക്ക് കൂട്ടുമെന്ന് കണ്ടാൽ അനുവദിക്കപ്പെട്ടവരെ തന്നെ അങ്ങനെ ചെയ്യൽ ഹറാമുമാണ്. അനുവാദമില്ലാത്തവരെ നോക്കലും തൊടലും ഏതായാലും ഹറാമ് തന്നെയാണ്. അതേ സമയത്ത് അനുവദിക്കപ്പെട്ടവരെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്കലിപ്പിക്കൽ ഹറാമുമാണ്. റമദാനിന്റെ പകലിൽ ഒരാള് യാദൃശികമായി സംഭോഗത്തിൽ ഏർപ്പെട്ടാൽ
അതുകൊണ്ട് നോമ്പ് അസാധുവാകുമോ? അസാധുവാണെങ്കിൽ അതിന് എന്താണ് പ്രായശ്ചിത്തമായി നൽകുക? റമദാനിന്റെ പകലിൽ യാദൃച്ഛികമായി എന്ന് പറഞ്ഞത് കൊണ്ട് വീക്ഷിക്കുന്നത് മറന്നുകൊണ്ട് എന്നാണോ? മറന്നുകൊണ്ടാണെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. മറന്നു ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്നതുപോലെ. അതേ സമയത്ത് യാദൃച്ഛികം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറന്നിട്ടൊന്നുമല്ല, സംഗതി എന്തോ അവനങ്ങ് ചെയ്തു എന്നാണെങ്കിൽ അത് വൻ കുറ്റമാണ്, വലിയ തെറ്റാണ്. പരിശുദ്ധ റമദാനു ഷരീഫിന്റെ ഹുർമത്തിനെ മാനിക്കാത്ത ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെ ഒരാൾ ചെയ്താൽ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്തു പോയാൽ, ആലിമൻ ആമിദൻ ഒരാൾ ചെയ്തു പോയാൽ അവന്റെ നോമ്പ് ബാത്തിലായി എന്നതിനപ്പുറം പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത് കാണാം, അത് വിശദീകരിച്ചത് കാണാം. അവൻ തഹ്രീറു റഖബത്തിൻ മുഅ്മിന, ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കണം. ഇന്ന് പിന്നെ അടിമ സമ്പ്രദായം വ്യാപകമായി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതല്ല ചെയ്യേണ്ടത്. അത് സാധിക്കുന്നില്ലെങ്കിൽ ഖുർആൻ പറയുന്നത് ഷഹ്റൈനി മുത്തതാബിയൈൻ, തുടരെ 2 മാസം നോമ്പ് നോൽക്കണം. അതിന് പുറമെ നോമ്പ് കഥാ വീട്ടുകയും വേണം. അപ്പൊ 61 നോമ്പ് അവൻ നോറ്റുകൊള്ളണം. 61 മാസം 30 ആണെങ്കിൽ 2 മാസത്തിന് 60 നോമ്പായി. ഇനി അതിനും ഒരാൾക്ക് സാധിക്കുന്നില്ല, ശാരീരികമായിട്ട് വിഷമം, അല്ലെങ്കിൽ 30 ദിവസത്തെ നോമ്പിന്റെ അടുക്ക് തന്നെ ഓനവന്റെ വികാരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പം സംഭോഗം നടന്നത്. അപ്പൊ ഇനി തുടരെ 30-60 ദിവസം നോമ്പാവുമ്പോ ഇങ്ങനെയുള്ള വിഷമങ്ങൾ വന്നാൽ 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വീതം ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകൽ നിർബന്ധമാകുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റമദാനിലെ ഒരു പ്രധാന നിസ്കാരമാണല്ലോ തറാവീഹ്. ഇതിന്റെ സമയവും രൂപവും ഒന്ന് വിശദീകരിക്കാം. പരിശുദ്ധ റമദാൻ, അതിലെ പ്രധാനപ്പെട്ട നിർബന്ധമായ വ്രതം, അതേ സമയത്ത് അതിൻ്റെ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളായ നമുക്ക് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സുന്നത്താക്കി തന്ന നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഫറദലക്കും സിയാമ റമദാൻ, അള്ളാഹു നിങ്ങൾക്ക് റമദാനിലുള്ള നോമ്പ് നിർബന്ധമാക്കി, വസനന്തുലക്കും ഖിയാമഹു, അതിലുള്ള നിസ്കാരം ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി കൽപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരാൾ അള്ളാഹുവിന്റെ വജഹിനു വേണ്ടി റമദാനിലുള്ള തറാവീഹ് നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ സർവമാന പാപങ്ങളും അത് മുഖേന അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു കാണാം. ഈ നിസ്കാരത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത്, ഒരാൾ ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്റിന്റെ സുബഹിന്റെ ഇടയിലായിട്ട് ഉള്ള സമയമാണ് തറാവീഹിന്റെ സമയം. അത് നിസ്കരിക്കേണ്ടത് 20 റക്അത്ത്, എല്ലാ 2 റക്അത്തിലും സലാം വീട്ടൽ നിർബന്ധമാണ്. ഒരാൾ മറന്നുകൊണ്ട് 4 റക്അത്ത് നിസ്കരിച്ച് എങ്കിൽ അതൊരു മുത്തലക്കൻ സുന്നത്തായി കൂട്ടും, തറാവീഹായിട്ട് അത് എണ്ണാൻ പറ്റില്ല എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്തുൽ മുഈനിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അപ്പൊ എല്ലാ 2 റക്അത്തിലും സലാം വീട്ടിക്കൊണ്ട് 10 സലാം കൊണ്ട് 20 റക്അത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അത് വളരെ പുണ്യപ്പെട്ട നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്നതറിഞ്ഞ് മദീനയുടെ 4 ഭാഗത്തു നിന്നും സ്വഹാബികൾ ആ നിസ്കാരത്തിന് വേണ്ടി തടിച്ചുകൂടി ജനനിബിഡമായി എന്നൊക്കെ ഹദീസിൽ പറഞ്ഞത് കാണാം. അത്രമാത്രം ഗൗരവത്തോടെ അത്യാവേശപൂർവം മഹാന്മാരായ സ്വഹാബികളൊക്കെ തറാവീഹ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ എല്ലാവരും പരിശുദ്ധ റമദാനു ഷരീഫിലുള്ള ഈ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ ഈ പറഞ്ഞ തറാവീഹ് നിസ്കാരം, ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ നിസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? ആ ചോദ്യം 2 നിലക്ക് കൂട്ടാം. സാധാരണ ദുരുപയോഗം ചെയ്യുന്ന ഒരു മസലയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പൊതുവെ ഒരു മസലയുണ്ട്, ഒരാൾക്ക് ഫർള് ഖളാ ഉണ്ടെങ്കിൽ പിന്നെ ജുമ ഒഴിവാക്കി പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ പറ്റുമോ? 2 ദിവസം വന്ന്
പെരുന്നാളും ജുമയും കൂടി ഒരു ദിവസം വന്ന് അങ്ങനെ വരാലോ. അങ്ങനെ വരുമ്പോ ഇപ്പൊ ചില ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്, പെരുന്നാൾ നിസ്കാരം കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ, അതുകൊണ്ട് അതിന് പോവുക, ജുമ തൽക്കാലം ഇന്ന് ലീവാക്കുക, ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്ത് എടുക്കുന്ന ഒരു ടീമുണ്ട്. അത് ശരിയല്ല എന്ന് ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തി. എന്നതുപോലെ ഒരാൾക്ക് ഫർള് ഖളാ ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അവൻ ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ ഈ ഫർള് ഖളാ വീട്ടാൻ ചെലവഴിക്കലാണ്. മറ്റുള്ള സംഗതിക്ക് വേണ്ടി അവന്റെ സമയം ചെലവഴിക്കാൻ പാടില്ല. അത് ചെലവഴിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനല്ലേ. സുന്നത്തായ കാര്യങ്ങൾ ഐച്ഛികമാണ്, അത് ചെയ്താൽ ധാരാളം പുണ്യങ്ങളുണ്ട്. അതേസമയത്ത് ചെയ്യാത്തതിന്റെ പേരിൽ ശിക്ഷയില്ല. ഫർളാണെങ്കിലോ ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ട്. ഫർള് കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഖളാ ആയി പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ട് ഐച്ഛികമായ ചില കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞ ക്ഷന്തവ്യമല്ല. അതുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഫർള് ഖളാ ഉള്ളവൻ അവൻ സുന്നത്തിൽ വ്യാപൃതനാവാതെ അവന്റെ സമയങ്ങൾ മുഴുവനും ഫർള് ചെലവഴിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. മാലാബുദ്ധമെന്നു അവന്റെ ഭാര്യ ചെലവെടുക്കൽ നിർബന്ധമായവർക്കുള്ള ഭക്ഷണം വാങ്ങാനുള്ള സമ്പാദ്യം വേണം, അതിന് ജോലി എടുക്കാം, അവന് ഉറങ്ങണം, അവന് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ മാറ്റിവെച്ച് ബാക്കി സമയങ്ങളൊക്കെ ഈ ഫർള് ഖളാ വീട്ടാൻ ചെലവഴിക്കണം എന്ന് ഫുഖാഹ് പറഞ്ഞത് കാണാം. അവിടെ ഒരാൾ അതൊന്നും കേൾക്കാതെ സുന്നത്ത് ചെയ്താൽ അത് സഹിയാകും. അതുകൂടി മനസ്സിലാക്കണം. സുന്നത്ത് ഒരാൾ ചെയ്താൽ സഹിയാകും, പക്ഷേ ചെയ്യൽ ഹറാമാണ്. എന്തുകൊണ്ട്? ഈ നിസ്കാരവുമായി ബന്ധപ്പെടുന്നത് ഫർളായ ഒരു ബാധ്യത നിറവേറ്റാതെ ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. അവിടെ ഞാൻ ഇടയ്ക്ക്, നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമല്ലെങ്കിലും ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകളുണ്ടാവും, ഉമ്മ, ഉപ്പ അല്ലെങ്കിൽ ഭാര്യ, സന്താനങ്ങൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ നമ്മിൽ നിന്ന് ചെലവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ചെലവും കാര്യമൊന്നും നോക്കാതെ അതിന് ജോലിക്ക് പോവാതെ കൃഷിക്ക് പോവാതെ ചില ആളുകളുണ്ട്, ഞാൻ ത്വരീക്കത്താണ് ഹക്കീകത്താണ് ദിക്റും സലാത്തയിട്ട് പോലെ അങ്ങനെയാണ് പോകും. അതും ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിനർത്ഥം നിർബന്ധമായ ബാധ്യത മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു കാര്യവുമായി ഇടപെടൽ പാടില്ല എന്നതുപോലെ ഈ സുന്നത്ത് കൊണ്ട് അവൻ വ്യാപൃതനാവൽ തെറ്റാണ്, ചെയ്താൽ സഹിയാകും. എങ്കിലും അങ്ങനെ മസലയുണ്ട്. എങ്കിലും ഒരാള് അങ്ങനെ പറഞ്ഞിട്ട് സുന്നത്തും ചെയ്യുന്നില്ല ഫർളും ചെയ്യുന്നില്ല, ആ സമയം കൂടി പിന്നെയും ബാത്തിലാണ് ചെലവഴിക്കുന്നത് എങ്കിൽ അവൻ പിന്നെ തറാവീ നിസ്കരിക്കലാണ് നല്ലത് എന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. നേരത്തെ തറാവീഹ് 20 റക്അത്താണെന്ന് പറഞ്ഞു. എന്നാൽ ബുഖാരിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിലും റമദാനിലും അല്ലാത്ത സമയത്തും 11 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാറില്ല എന്ന് ഹദീസിൽ കണ്ടു. അപ്പോ തറാവീഹ് 11 റക്അത്താണ് എന്നല്ലേ വരിക? ചോദ്യം മനസ്സിലായി. പോണ പോക്ക് നോക്ക് പോക്കുവാറില്ലേ, സംഗതി നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത്, ഇതും പൊതുവെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ഹദീസാണ് ഉൽപ്പത്തിഷ്ണുക്കൾ. അതിന്റെ പൊള്ളത്തരം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇന്നോളം വരുന്ന സർവ്വ പണ്ഡിതന്മാർ പറഞ്ഞിട്ടും അത് കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പിന്നെയും മുസ്ലിം സമുദായത്തിന്റെ ആരാധനാ സ്വഭാവത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇസ്ലാമിക ശരീഅത്തിനെ വിചിത്രമായി അവതരിപ്പിക്കാനുള്ള ഏതോ ചില ശക്തികളുടെ പദ്ധതിയായിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. ഇവിടെ തറാവീഹ് 20 റക്അത്താണ് ഞാൻ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് അതിന്റെ ഹദീസുകൾ കൂടുതൽ വേണമെങ്കിൽ പറയുന്നതാണ്. ഇവിടെ ഉദ്ധരിച്ച ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. ആ ഹദീസിന്റെ തൊട്ട് മുന്നേ തന്നെ, അതൊരു അർദ്ധഭാഗമാണ് ഹദീസിന്റെ. അതിന്റെ മുന്നേ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. ഈ ആയിഷ ബീവിയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന, റമളാനിൽ നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു? അപ്പൊ മുമ്പേ നബി നിസ്കരിക്കുന്ന ഒരു നിസ്കാരം, ആ നിസ്കാരം റമളാനിൽ, കാരണം റമളാനിൽ 1 10 എന്ന നിലക്ക് മുമ്പ് നബി നിസ്കരിച്ചിരുന്ന വിത്ർ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ആ ചോദ്യം വിത്ർ റമളാനിൽ നബി അധികരിപ്പിക്കാറുണ്ടോ ഇല്ലേ എന്ന നിലക്ക് റമളാനിൽ ആ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിച്ചിരുന്നത്, അല്ലാതെ റമളാനിന്റെ നിസ്കാരം എന്നല്ല. റമളാനിന്റെ പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്, അങ്ങനെയല്ല ചോദ്യമുള്ളത്. റമളാനിൽ നബി നേരത്തെ നിസ്കരിച്ചിരുന്ന നിസ്കാരം റമളാനിൽ എങ്ങനെയാണ് നിസ്കരിക്കാറ്,
അതുകൊണ്ട് തന്നെ അതുപോലുള്ള ഒരു മറുപടിയാണ് ആയിഷ ബീവി പറയുന്നത്, മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന വലാ ഫീ ഗൈരിഹി, നബി തങ്ങൾ റമദാനിലും വലാ ഫീ ഗൈരിഹി അല്ലാത്തപ്പോഴും അലാ 11 റക്അ 11 വർദ്ധിപ്പിക്കാറില്ല. അപ്പൊ റമദാനിലും അല്ലാത്തപ്പോഴും 11 വർദ്ധിപ്പിക്കാറില്ല എന്ന് മനസ്സിലായപ്പോൾ റമദാനിൽ പ്രത്യേകമായ തറാവീഹിനെ സംബന്ധിച്ചല്ല ആ ചോദ്യം, അത് റമദാനിലും അല്ലാത്തപ്പോഴുമുള്ള വിത്റിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. വിത്ർ 11 റക്അത്തുമാണ് എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ രസം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്തപ്പോ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരുടെ പരമ്പരയിൽ കാണാം രണ്ടാമത്തെ സനദ് തന്നെ മാലിക് റളിയല്ലാഹു അൻഹു ഹദ്ദസനാ മാലിക്കുൻ എന്നാണ്. ഈ മാലിക് 4 മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീസ് ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ പരമ്പരയിലുള്ള ഉസ്താദ് ഈ ഹദീസ് ലഭിച്ചിട്ടും ആ ഉസ്താദിന്റെ മദ്ഹബിൽ 20-ൽ കുറഞ്ഞ തറാവീഹ് ഇല്ല. അതുപോലെ ഈ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ മറ്റൊരു ഇമാമാണ്. ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് ബുഖാരിയുടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ച ഈ ഹദീസ് സമാഹാരം പരിശോധിച്ച ഉസ്താദ് ഈ ഹദീസ് കണ്ടിട്ടും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ തറാവീഹ് 20 റക്അത്താണ്. ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. നേരത്തെ പറഞ്ഞ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനുമാണ് ഷാഫി റളിയല്ലാഹു അൻഹു. ഈ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലും തറാവീഹ് 20 അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഹദീസ് തറാവീഹുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബുകാരനാണ്. തറാവീഹ് 20 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസാകുന്ന ഇമാം ബുഖാരി തന്നെ ഷാഫി മദ്ഹബിലുള്ള 20 റക്അത്ത് തറാവീഹാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കാരം നിർവഹിച്ചു. ജനങ്ങളെ കൊണ്ട് തിക്കും തിരക്കുമുണ്ടായി. ജനബാഹുല്യം കൊണ്ട് തൽക്കാലം നബി ജമാഅത്ത് നിർത്തിവെച്ചു. പിന്നീട് ആ വലിയ ജമാഅത്ത് ഒറ്റ ജമാഅത്തായി പുനഃസംഘടിപ്പിച്ചത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നബി നിർത്തിവെച്ച തറാവീഹിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ അതില് ഹാജറുണ്ടായിരുന്ന മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്ർ റമളാന ബി 20 റക്അഅ, ഞങ്ങളെ തറാവീഹിന്റെ ജമാഅത്ത് ഞങ്ങളെ കൊണ്ട് ഉമർ ബിൻ ഖത്താബ് പുനഃസംഘടിപ്പിച്ചത് 20 റക്അത്ത് കൊണ്ടാണ് എന്ന് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു മുഖേനയുള്ള ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. അതുപോലെ മുസന്നഫ് ഇബ്നു അബീ ശൈബ, അതുപോലെ ഹാഫിദ് അബ്ദുർ റസാഖ്, ഇങ്ങനെയുള്ള ഹദീസ് പരമ്പര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി അന്ന് നിർത്തിവെച്ച ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചത് 20 റക്അത്ത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് ഈ തറാവീഹിന് ഇമാമായി നിസ്കരിച്ചത് അത് പങ്കെടുത്ത അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാര് താബിഈങ്ങൾ പറയുന്നു, ഞങ്ങളുടെ നേതാവ് അലി റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹായിട്ട് ഞങ്ങൾക്ക് ഇമാമത്ത് നിന്നു, ഞങ്ങൾക്ക് ജമാഅത്തിന് നേതൃത്വം നൽകി. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്തായി ഞങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ളവർ പറഞ്ഞതൊക്കെ ഹാഫിദ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു തന്റെ മുസന്നഫിന്റെ 2-ാം വാള്യം 392-ാം പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ പിൽക്കാലത്തുള്ള മഹാനായ അത്താ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോലുള്ള താബീങ്ങളും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് കാണാം. അതിനെ പിന്തുടർന്നുകൊണ്ട് മാലിക് റളിയല്ലാഹു അൻഹു, ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമാകുന്ന ഇമാം ബൈഹഖി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം തുർമിദി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇങ്ങനെയുള്ള ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും തറാവീഹ് 20 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് കാണാം. അതിന്റെ ഭാഗമായി ഇന്നും നമ്മുടെ ഹറമൈനിൽ മക്കയിലും മദീനയിലും തറാവീഹ് 20 റക്അത്ത് കഴിഞ്ഞ റമദാൻ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലിത്തിബാഇ സലഫി വൽ ഖലഫി, മുസ്ലിം ലോക ചരിത്ര പാരമ്പര്യം
പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. അതിനെതിരെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. പരിശുദ്ധമായ തിരുസുന്നത്തും തിരുചര്യയും അതുപോലെ മുസ്ലിം ലോകത്തിന്റെ നടപടിക്രമങ്ങളും തള്ളിക്കൊണ്ട് ഒരു പുതിയ ആചാരം, പരിശുദ്ധ ഇസ്ലാമിലെ 12 റക്അത്ത് തള്ളിക്കൊണ്ട് പുതിയ ഒരു കരിഞ്ചന്ത ഇസ്ലാമിന് കടത്തിക്കൂട്ടല് മഹാ തെറ്റാണ്. അത് നരകത്തിലേക്കുള്ള പാതയൊരുക്കും എന്ന് ഗൗരവമായിട്ട് തന്നെ എന്റെ മുസ്ലിം ചെറുപ്പക്കാരും സഹോദരിമാരും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാവുന്നത്? ഫിത്ർ സക്കാത്തിന് വേണ്ടി എന്താണ് നൽകേണ്ടത്? ഫിത്ർ സക്കാത്ത് റമദാനിന്റെ അവസാനത്തെ സെക്കൻഡും ശവ്വാലിന്റെ ആദ്യ സെക്കൻഡും ഒരാൾ ഒരുമിച്ച് കൂടിയാൽ അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി. അസ്തമനത്തിന് മുമ്പ് മരിച്ചവനില്ല, ജനിച്ചവന് ഉണ്ട് എന്ന് പറഞ്ഞാൽ റമദാനു ഷരീഫിന്റെ അവസാനത്തെ സെക്കൻഡും ശവ്വാലിന്റെ ആദ്യ സെക്കൻഡും ഒരുമിച്ച് കൂടണം. അങ്ങനത്തെവനാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധം. പിന്നെ എന്താണ് കൊടുക്കേണ്ടത്? ആരെ തൊട്ടാണോ ഫിത്ർ സക്കാത്ത് കൊടുത്ത്, തടിന്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, അതിന് പല കാരണങ്ങളും ഉണ്ട്. ഒന്ന്, അവന്റെ നോമ്പിൽ വരുന്ന അപാകതകൾ പരിഹരിക്കാനും അത് മുഖേന അവനെ സംസ്കരിക്കാനും ഇതൊരു ലക്ഷ്യമാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് ഏതാളുടെ തടിയെ തൊട്ടാണോ സക്കാത്ത് കൊടുക്കുന്നത് അവന്റെ നാട്ടിലെ മുഖ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് മുഖ്യ ഭക്ഷണമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു സാ ആണ് അതിന്റെ കണക്ക്. ഏകദേശം ഒത്ത വലിപ്പവും തടിയും എന്ന് പറഞ്ഞാൽ ഒത്ത ഒരാള്, അയാളുടെ 2 കൈ കൂട്ടിയ ഒരു വാരൽ, അതൊരു മുത്ത്. ഇങ്ങനെ 4 വാരൽ, 4 മുത്ത്. ഇതാണ് ഒരു സാവ്. അളവാണ് അതിന്റെ മാനദണ്ഡം. ഇപ്പോ വ്യാപകമായി തൂക്കമായതുകൊണ്ട് ഏകദേശം 3200 ലിറ്റർ അളവിൽ വരും. തൂക്കമാകുമ്പോൾ 2500. അരി കനമാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ അപ്പുറയാവും, അരി കനം കുറവാണെങ്കിൽ അതിന്റെ ഒപ്പറാവും. അപ്പം ഇഹ്തിയാത്തിന് വേണ്ടി 2550 പറയും, 2600 പറയും ചിലവർ. അത് അടിസ്ഥാന മാനദണ്ഡം ഒരു സാഹ് എന്ന നിലക്ക് അളവാണ്. അതാണ് തൂക്കത്തിലുള്ള ഏറ്റവും വ്യത്യാസം വരുന്നത്. അരിയുടെ കനമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും. ഇത് റമദാൻ 1 തന്നെ കൊടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അതിന് വല്ല നിബന്ധനയുമുണ്ടോ? ഫിത്ർ സക്കാത്ത് നിർബന്ധമായും കൊടുക്കേണ്ടത് സമയമാണ് നേരത്തെ പറഞ്ഞത്. അതേ സമയത്ത് സമയം തുടങ്ങുന്നത് റമദാൻ 1 സമയം തുടങ്ങും. അതുകൊണ്ട് റമദാൻ 1 ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നിബന്ധനയുണ്ട്. നിർബന്ധമാകുന്ന ആ സമയത്ത് റമദാനിന്റെ അവസാനത്തെ സെക്കൻഡ് ഞാൻ പറഞ്ഞു, പെരുന്നാളിന്റെ മാസം കാണുന്ന സമയത്ത് ഈ കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അർഹനാവണം. ഒന്നുകൂടി വിശദീകരിക്കുന്നു. റമദാൻ 1 കൊടുക്കാം, പക്ഷേ നിർബന്ധമാകുന്ന സമയത്ത് ഈ കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അർഹനാവണം. പെരുന്നാൾ മാസപ്പിറവി കണ്ടപ്പോൾ റമദാൻ 1 നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നു. ആ വാങ്ങിയവൻ ഇടയ്ക്ക് മുർത്തതായി പോയിട്ടുണ്ട്. മുർത്തതായി പോയാൽ വാങ്ങിയവൻ വാങ്ങാൻ അർഹനല്ല ഇപ്പൊ മാസം കണ്ട സമയത്ത്. അതുകൊണ്ട് സക്കാത്ത് മടക്കി വേറെ കൊടുത്തുകൊള്ളണം. അല്ലെങ്കിൽ ആ വാങ്ങിയവൻ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് ഇപ്പൊ വാങ്ങാൻ അർഹനല്ലാത്ത മുതലാളിയായി മാറിയിട്ടുണ്ട്. അങ്ങനെയും സംഭവിക്കാമല്ലോ. അപ്പോഴും നിർബന്ധമാകുന്ന സമയത്ത് നേരത്തെ വാങ്ങിയവൻ വാങ്ങാൻ അർഹനല്ലാത്തതുകൊണ്ട് നമ്മൾ ഫിത്ർ സക്കാത്ത് രണ്ടാമത് കൊടുത്തുകൊള്ളണം. ഇങ്ങനെയുള്ള ചില നിബന്ധനകളോടുകൂടെ മുൻകൂട്ടി കൊടുക്കാവുന്നതാണ്. സംഘടിതമായി ഫിത്ർ സക്കാത്ത് നൽകുന്നതിന് വല്ല വിരോധവുമുണ്ടോ? സംഘടിതമായി ഫിത്ർ സക്കാത്ത് നൽകുന്നതിന് വല്ല വിരോധവുമുണ്ടോ? ഞാൻ എൻ്റെ വിഷയാവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നോമ്പ് ഇബാദത്താണ്. അതുപോലുള്ള ഒരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത്. ഇബാദത്ത് അള്ളാഹുവിനുള്ള ഇബാദത്താകുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ നമുക്ക് പഠിപ്പിച്ചു കാണിച്ചു തന്നോ അത് പ്രകാരം ചെയ്തെങ്കിലേ ഇബാദത്തായി മാറുകയുള്ളൂ. അതിന് വിരുദ്ധമായി ന്യായങ്ങളോ ബുദ്ധി കൊണ്ടുള്ള ചില അളവുകോലുകൾ വെച്ചുകൊണ്ട്
അല്ലെങ്കിൽ നമ്മുടെ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വെച്ചുകൊണ്ട് ഇബാദത്തിന് മാറ്റം വരുത്താൻ ഇസ്ലാമിൽ ആർക്കും അർഹതയില്ല. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു, അവിടുത്തെ സ്വഹാബത്ത് കൊടുത്തു, താബിഈങ്ങൾ കൊടുത്തു. അവരൊന്നും സംഘടിതമായി ഫിത്ർ സക്കാത്ത് കൊടുത്തതായിട്ട് രേഖയില്ല. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൊടുക്കുന്നതിന്റെ രൂപം തന്നെ മഹാന്മാരായ സ്വഹാബികൾ അവർ കൊടുത്ത രൂപങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് ഫിത്ർ സക്കാത്ത് സ്വന്തമായി കൊടുക്കണം. ഒരു വ്യക്തിക്ക് സ്വന്തമായി കൊടുക്കാൻ കഴിയുന്നില്ലേ, അവൻ നിശ്ചിത വ്യക്തിയെ ഏതെങ്കിലും ഒരാളെ വക്കാലത്താക്കി ഏൽപ്പിക്കാം. അത് വക്കാലത്താക്കി ഏൽപ്പിക്കുമ്പോ നാം ഏൽപ്പിക്കപ്പെടുന്ന വക്കീല് നിശ്ചിത വ്യക്തിയാവണം. നിശ്ചിത വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ അതിന് സംഘടന എന്ന് പറയില്ലല്ലോ, കമ്മിറ്റി എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേറെയും ധാരാളം വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മർമ്മപ്രധാനമായി ഇസ്ലാമിലുള്ള ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നമുക്ക് എങ്ങനെയാണോ കാണിച്ചു തന്നത്, അതിന് വിരുദ്ധമായ ഒരു ശൈലിയോ ഒരു രൂപമോ ഉണ്ടാക്കാൻ മറ്റാർക്കും അനുവാദമില്ലാത്തത് കൊണ്ട് നബിതങ്ങൾ അങ്ങനെ സംഘടിതമായ ഫിത്ർ സക്കാത്ത് നൽകിയിട്ടില്ല. കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇപ്പോ സംഘടിതമായി കൊടുക്കുന്നതിനപ്പുറം ചില ആളുകൾ മുഖ്യ ആഹാരം, മുഖ്യ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് ഒഴിവാക്കി അതിനുള്ള കാശ് പിരിച്ച് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ 2.5 കിലോ ഉള്ള അരിക്കുള്ള കാശ് ഓരോ ആളുകൾക്ക് നിന്ന് പിരിച്ചിട്ട് ആ കാശ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രവണതയും ഇപ്പോ കാണാൻ സാധിക്കുന്നുണ്ട് പല സ്ഥലത്തും. അതും കടുത്ത തെറ്റാണ്, ഫിത്ർ സക്കാത്തായി വീടുകയില്ല. എന്നു മാത്രമല്ല, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളയിൽ പറഞ്ഞത് കാണാം, വലാ യുജ്ദിഉ ദഖീഖു വല സബീഖു വലൽ ഖുബ്ദു കമാ ലാ തുജ്ദിഉൽ ഖീമതു. വില കൊടുത്താൽ മതിയാവാത്തതുപോലെ തന്നെ മുഖ്യ ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോ സാധാരണ കുറച്ച് അരി വാങ്ങിയിട്ട് പൊടിച്ച് അരിപ്പൊടി കൊടുത്തു, അല്ലെങ്കിൽ അതിന് കുറച്ച് മാംസം വാങ്ങിക്കൊടുത്തു, അതല്ലെങ്കിൽ കുറച്ച് പൊറാട്ട വാങ്ങിക്കൊടുത്തു, പത്തിരി ഉണ്ടാക്കി കൊടുത്തു. ഇതൊന്നും ഫിത്ർ സക്കാത്തായി വിടുകയില്ല. ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത് അപ്പൊ അരിയും മാംസവും ഒക്കെ ഉപകാരമുള്ളതല്ലേ, അത് ഉപകാരമുള്ളത് തന്നെയാണ്. അത് നിങ്ങൾ വേറെ വാങ്ങിക്കൊടുക്കാം. ഫിത്ർ സക്കാത്ത് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഫിത്ർ സക്കാത്ത് അത് ആ നാട്ടിലെ മുഖ്യ ഭക്ഷണമാകുന്ന ഭക്ഷണം തന്നെ കൊടുക്കണം. അത് നബി എങ്ങനെ കാണിച്ചു എന്നോ അതുപോലെ തന്നെ ചെയ്യണം എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗദയിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. സക്കാത്തുൽ മാല് അഥവാ മുതലിന്റെ സക്കാത്ത് റമദാനിൽ വ്യാപകമായി വിതരണം ചെയ്ത് നാം കാണുന്നു. റമദാനും സക്കാത്തുൽ മാലും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഫിത്ർ സക്കാത്ത് പറഞ്ഞപ്പോൾ മറ്റൊരു സക്കാത്താണ് സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്ത്. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാനിലൊരു പ്രത്യേകമായ സക്കാത്ത്, മുതലിന്റെ സക്കാത്ത്. അവിടെ 2 കാര്യം നാം മനസ്സിലാക്കണം. 27-ാം രാവിലെ ചില ആളുകൾ ചില ചില്ലറകളൊക്കെ കൊടുക്കാറുണ്ട്. റമദാനിലും അങ്ങനെയൊക്കെ കൊടുക്കും. ആ കൊടുക്കുന്നത് റമദാനിൽ സദക്ക വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. ആ ഇനത്തിലാണെങ്കിൽ അത് ശുഭകരവും പ്രോത്സാഹജനകവുമാണ്, അങ്ങനെ കൊടുക്കാം. അതേ സമയത്ത് സക്കാത്ത്, ചിലവര് സക്കാത്ത് എന്ന് പറയും, ചക്കാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് റമദാനിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ, സമ്പത്തിന്റെ സക്കാത്തും റമദാനുമായി അങ്ങനെയുള്ള ഒരു ബന്ധം ഇല്ല. സദക്കപരമായ ബന്ധമുണ്ട്. അതേ സമയത്ത് മുതലിന്റെ സക്കാത്ത് റമദാനിൽ കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ഇല്ല. അത് റമദാനിൽ ടൈമായ സക്കാത്താണെങ്കിൽ റമദാനിൽ കൊടുക്കാം. സമ്പത്തിന്റെ സക്കാത്തിന് കണക്കാവുകയും നിസാബ് പൂർത്തിയാവുകയും അതിന്റെ കൊല്ലം പൂർത്തിയാവുകയും ചെയ്താൽ പിന്നെ പിന്തിപ്പിക്കൽ ഹറാമാണ്. ഉദാഹരണത്തിന് ശഅബാൻ മാസം ഞാനൊരു ബിസിനസ് തുടങ്ങി, ആ കച്ചവടത്തിന്റെ സക്കാത്ത് അടുത്ത ശഅബാൻ മാസമാകുമ്പോൾ കൊല്ലം പൂർത്തിയായാൽ ഉടനെ കൊടുത്തുകൊള്ളണം. അത് റമദാനിലേക്ക് പിന്തിപ്പിക്കൽ ഹറാമാണ്. ഇങ്ങനെ ഏത് മാസങ്ങളിൽ തുടങ്ങിയതാണോ ആ മാസം മുറി കൂടുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അത് റമദാനിലേക്ക് പിന്തിപ്പിക്കൽ ഹറാമാണ്. അതേസമയത്ത് ഞാൻ റമദാനിൽ ഒരു ബിസിനസ് ആരംഭിച്ചു, റമദാനിലാണ്, അടുത്ത റമദാനിലാണ് അതിന്റെ കൊല്ലം മുറിയുക, അതിന്റെ സക്കാത്ത് റമദാനിൽ കൊടുക്കാം എന്നല്ലാതെ മുമ്പുള്ള മാസങ്ങളിലൊക്കെ തുടങ്ങിയ ബിസിനസിന്റെ സക്കാത്ത്, സമ്പത്തിന്റെ സക്കാത്ത് റമദാനിലേക്ക് ബന്ധിപ്പിക്കൽ, കരുതിക്കൂട്ടി ബന്ധിപ്പിക്കൽ ഹറാമാണ്. ഒന്ന്. മറ്റൊന്ന്, ഇപ്പോ ചില പരിഷ്കരണവാദികൾ അവരാണ് ഇങ്ങനെയുള്ള ഒരു പ്രവണതക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്ഥലത്തും ഫിത്ർ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞതുപോലെ
മുതലിന്റെ സക്കാത്തും ഇങ്ങനെ പിരിച്ചൊരു കമ്മിറ്റി ഫണ്ടാക്കി വെക്കുക. അത് പിരിവ് നടത്തുന്നതും കൊടുക്കുന്നതൊക്കെ റമദാനിലുമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഈ സക്കാത്തിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ഇത്തരം ആളുകൾ, ഇവരാണ് പല പ്രസ്ഥാനമൊക്കെയായിട്ട് ഇസ്ലാമിക പ്രബോധനം തൗഹീദ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവര്. ഇസ്ലാമിക ബാലപാഠം പോലും അറിയാത്തവര് എന്ന് ഇക്കൂട്ടരെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. അവരുടെ ചെയ്തികളെ കൊണ്ടാണ് അറിവില്ലാത്ത ഈ സാധാരണക്കാർ, മുതലാളിമാർ, അവര് ബിസിനസിന്റെ ഇടയിൽ അവർക്ക് ഇങ്ങനെ അറിവ് നേടാനും ബന്ധപ്പെടാനും കഴിയില്ല. ഇത്തരം ജാഹിലുകളായ പുത്തൻവാദികളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് അവരും ഇത് പിന്തിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് വ്യവസായികളോട്, മുതലാളിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സമ്പത്തിന്റെ സക്കാത്ത് അതീവ ഗൗരവമുള്ളതാണ്. സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി പാവങ്ങളിലേക്ക് അല്ലാഹു തആല പറഞ്ഞ 8 വിഭാഗത്തിൽ എത്തിക്കപ്പെട്ട വിഭാഗത്തിന് അത് കൈമാറിയിട്ടില്ല എങ്കിൽ പാരത്രിക ലോകത്ത് വളരെ ഗൗരവതരമായ കഠിനമായ ശിക്ഷ അതിന് നാം പാത്രീഭൂതരാവേണ്ടി വരും എന്ന ഗൗരവമായ സത്യം നാം ഒക്കെ മനസ്സിലാക്കണം. മാത്രമല്ല, ഇത്തരം കമ്മിറ്റികളിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം വീടുന്നതല്ല എന്നുകൂടി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സമ്പന്നന്മാർ, മുതലാളിമാർ, സക്കാത്ത് നിർബന്ധമായവർ ആലോചിക്കണമെന്ന് സാന്ദർഭികമായി ഇടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ സമ്പത്തിന്റെ സക്കാത്ത് അതിന്റെ കൊല്ലം എപ്പോഴാണോ മുറിയൂടുന്നത് ആ സമയത്ത് കൊടുക്കാതെ റമദാനിലേക്ക് പിന്തിപ്പിക്കുക എന്നുള്ള സ്വഭാവം അത് തെറ്റാകുന്നു എന്ന് അത് സംബന്ധമായി പറയുന്നു. പിന്നെ അതും കമ്മിറ്റി കൂടി കൊടുക്കല്, അവിടെയും ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായ സ്വത്തിന്റെ സമ്പത്തല്ലാതെ, സമ്പത്തിന്റെ സക്കാത്തല്ലാതെ ഇങ്ങനെ ബൈത്തുൽ മാലിലേക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതാവായിട്ടും ഇസ്ലാമിക രാജ്യത്തിന്റെ സുൽത്താന് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കൊടുക്കാൻ പറ്റും, അതും പരസ്യമായ സമ്പത്തിന്റെ സക്കാത്താണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്തിന്റെ സക്കാത്ത് ഇങ്ങനെ വാങ്ങി ഒരുമിച്ച് കൂട്ടി വിതരണം ചെയ്ത ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നബിയും സ്വഹാബികളും കാണിച്ചു തരാത്ത ഒരു പുതിയ മാർഗം, സമ്പത്ത് ജനങ്ങളിലേക്ക്, പാവങ്ങളിലേക്ക് നൽകേണ്ട സമ്പത്ത് കമ്മിറ്റി കൂടി ഫണ്ടുണ്ടാക്കി അത് വാങ്ങി എന്നിട്ട് കുറച്ചൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു, ബാക്കി അടുത്ത വർഷത്തേക്ക് വരവായി ഫണ്ട് സൂക്ഷിക്കുന്ന ഏർപ്പാട് പരിശുദ്ധമായ ഇസ്ലാം വിലക്കിയതാണ്. അത് ഇസ്ലാമിക രാജ്യത്തെ സുൽത്താനാണെങ്കിൽ പോലും അത് വാങ്ങി ഉടനെ ഫക്കീറന്മാർക്ക് നൽകണമെന്നാണ്. അതേ സമയത്ത് അതൊന്നുമില്ലാത്ത, സംവിധാനമില്ലാത്ത സാധാരണ കമ്മിറ്റി, ശറയിൽ അതിന് യാതൊരു വിലയുമില്ല, ഒരടിസ്ഥാനവുമില്ല എന്ന നിലക്ക് അവരെ സക്കാത്ത് ഏൽപ്പിച്ചാൽ സക്കാത്ത് വീടുന്നതല്ല, അവർ വാങ്ങുന്നതും തെറ്റാണ്, ഫണ്ടായി സൂക്ഷിക്കുന്നതും തെറ്റാണ്. നബിയും സഹാബികളും കാണിച്ചു ചേർത്ത പുതിയ മാർഗവുമാണ്. അത് ഗൗരവതരമായി ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണ്? വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലാണല്ലോ അതുണ്ടാവുക. അപ്പോൾ ഒരു രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ, ഒരു രാത്രിയിലാണെന്ന് പറയുന്നതിലുള്ള അർത്ഥം എന്താണ്? അതേപോലെ റമദാൻ ഉറപ്പിക്കുന്നതനുസരിച്ച് മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ അതിലുള്ള യുക്തി എന്താണ്? ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കാണാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ മാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വളരെ പരസ്യമായി ഖുർആൻ പറയുന്നത് ലൈലത്തുൽ ഖദർ, അതിലാണ് മാനവ സമുദായത്തിന് സത്യത്തിന്റെ ദീപവുമായി അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആന്റെ ആരംഭം എന്നല്ല, ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ ആ മാസത്തിലാണ് എന്നും ആ രാവിലാണ് എന്നും ആ രാവ് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമാക്കപ്പെട്ട രാവാണെന്നും, അഥവാ 83ലധികം വർഷം ചെയ്യുന്ന ഇബാദത്തുകളുടെ പുണ്യം ഈ ഒരു രാവ് കൊണ്ട് മുസ്ലിം സമുദായത്തിന് ലഭിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകാല സമുദായത്തിൽപ്പെട്ട അവരുടെ ആയുർദൈർഘ്യത്തിനെ സംബന്ധിച്ചും അവർ ചെയ്തു കൂട്ടിയ പുണ്യങ്ങളുടെ കൂമ്പാരത്തെ സംബന്ധിച്ചൊക്കെ മഹത്തുക്കളായ സഹാബികളോട് ഒരു ദിവസം ഉപദേശം നടത്തിയപ്പോൾ 900 വർഷവും 1000 വർഷവുമൊക്കെ ആയുർദൈർഘ്യമുള്ള സമുദായങ്ങളെ സംബന്ധിച്ച് നബി പറഞ്ഞപ്പോൾ മഹത്തുക്കളായ സഹാബികൾ ഞങ്ങൾക്ക് 60ഓ 70ഓ അല്ലെങ്കിൽ 100ൽ ചുരുങ്ങിയ ഈ കാലം കൊണ്ട് 1000ഓളം വർഷങ്ങൾ അമൽ ചെയ്ത അവരുടെ അടുക്കലേക്ക് ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ എത്തുമോ എന്നൊരു ആശങ്ക ചില സഹാബികളെങ്കിലും പ്രകടിപ്പിച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉടനെ ഇറക്കി ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. അവർ 1000 മാസം ചെയ്യുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഈ ഒരു രാവിൽ ഞാൻ നൽകുമെന്ന് അല്ലാഹു തആല സന്തോഷ വാർത്ത നൽകിയ രാവ് കൂടിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ രാവ് റമദാനു ഷരീഫിന്റെ രാവുകളിൽ പ്രത്യേകമായി നഷ്ടപ്പെടാതിരിക്കാൻ നാം ഒക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് അത് ഒരു രാത്രിയല്ലേ. അപ്പൊ വിവിധ രാജ്യങ്ങളിൽ എങ്ങനെയാകും അത് അനുഭവപ്പെടുക? ഞാൻ അതിന്റെ ഉത്തരം നേരത്തെ ആഗോളവൽക്കരണം, നോമ്പും പെരുന്നാളും ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ എല്ലാ സ്ഥലത്തും ആക്കുക എന്നൊരു ആഗോളവൽക്കരണത്തിന്റെ ചോദ്യത്തിന് ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എങ്കിൽ ഞാൻ വിശദീകരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി ഉരുണ്ടതാണല്ലോ. ഭൂമിയിൽ ഒരു പകലും ഒരു രാവും, ഈ ഒരു പകലും ഒരു രാവും, ഈ രാവ് ഓരോ ആളുകളെ സംബന്ധിച്ചും ആപേക്ഷികമാണ്. രാവ് സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് പകൽ അനുഭവപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത്, ഭൂമിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് രാത്രിയാണ്. ആ സ്ഥലത്ത് പകലാകുമ്പോൾ നമുക്ക് രാത്രിയാണ്. അപ്പൊ ഈ ഒരു രാത്രി ഭൂമി ഒട്ടാകെ എടുത്തു നോക്കുമ്പോൾ 24 മണിക്കൂർ രാത്രിയും 24 മണിക്കൂർ പകലുമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആപേക്ഷികമായി നമ്മളിലേക്ക് രാത്രി വരുമ്പോൾ നമ്മിൽ നിന്നുള്ള പകല് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി, മറ്റൊരു ഭാഗത്തുള്ള പകല് നമ്മളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ രാത്രി അങ്ങോട്ട് നീങ്ങി. അപ്പൊ ലൈലത്തുൽ ഖദ്ർ ഒരു രാവാണെങ്കിലും ആപേക്ഷികമായിട്ട് അനുഭവപ്പെടുന്നിടത്തുള്ള വ്യത്യാസം എന്നല്ലാതെ രാവ് ഒന്നു തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് സുതാര്യം വ്യക്തമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പെരുന്നാളിനെ പറ്റിയും ശവ്വാലിലെ 6 നോമ്പിനെ പറ്റിയും ഒന്ന് വിശദീകരിച്ചു. പെരുന്നാൾ സാധാരണ നാം നമ്മുടെ വീട്ടിൽ ജോലിക്കൊരാളെ വിളിച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ജോലി ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് കാലം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വിളിച്ചു, ജോലിയുടെ കാലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ആ പോകുമ്പോൾ അദ്ദേഹത്തിനുള്ള സന്തോഷം പറയേണ്ടതില്ലല്ലോ, കാരണം ഇതുവരെ അധ്വാനിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുകയാണ്. ആ പ്രതിഫലം മുമ്പ് പറഞ്ഞുറപ്പിച്ചതാണെങ്കിലും ജോലി കൃത്യമായി ചെയ്തു, മുതലാളിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ പറഞ്ഞ വേതനത്തിനേക്കാൾ അപ്പുറം കുറച്ച് എന്തെങ്കിലും കൂട്ടിക്കൊടുക്കും. എന്നതുപോലെ അല്ലാഹു തആല കരീമാണ്, അത്യുദാരനാണ്. അല്ലാഹു നോമ്പ് അസ്സൗമു ലീ വഅനാ അജ്ദി ബിഹി, ഖുദ്സിയ ഹദീസിൽ കാണാം, വ്രതം അതെനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിനു മാത്രം വലിയ പ്രതിഫലം ഞാൻ നൽകും. ഈ ഒരു മാസത്തെ വ്രതത്തിന്റെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് വിശ്വാസികൾ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അത്യുദാരനായ അല്ലാഹു ആ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായിട്ട് നൽകുന്ന ദിവസമാണ് വിശുദ്ധമായ നമ്മുടെ പെരുന്നാളിന്റെ രാവും പകലും. എന്നുള്ളത് കൊണ്ട് തന്നെ വാനലോകത്തുള്ള മാലാഖമാർ മുഴുവനും റമദാൻ ഷരീഫ് സമാഗതമായപ്പോൾ തൂബാലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്, സമുദായത്തിന് കരഗതമാകാൻ പോകുന്ന മഹാ അനുഗ്രഹങ്ങളുടെ ആ പറുദീസ, ആ പെരുമഴ, അത് പ്രകടിപ്പിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് നമുക്കൊക്കെ സ്വാഗതം പറഞ്ഞ് അവരൊക്കെ സ്വാഗതം കൊണ്ട് വാനലോകം ശബ്ദമുഖരിതമാക്കുന്നത് പോലെ പെരുന്നാളിന്റെ ദിനരാത്രങ്ങളിൽ, പെരുന്നാളിന്റെ രാവിലും പകലിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അല്ലാഹു തആല അത്യുദാരനായ റബ്ബ് നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളുടെ നിതുകുംഭം കണ്ടുകൊണ്ട് അവര് സന്തോഷം കൊണ്ട് മുഹമ്മദ് നബിയുടെ സമുദായത്തിന് സ്വാഗതം പറയുമെന്ന്, ഭൂമിയിലാകെ അവർ ഇറങ്ങി വന്നുകൊണ്ട് എല്ലാവർക്കും സ്വാഗതമോതുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ആ ദിവസത്തിന്റെ മഹത്വം വളരെ ആദരിക്കേണ്ടതും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ദിവസങ്ങളിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ റബ്ബുമായി ബന്ധപ്പെടാനും ആ ആഹ്ലാദത്തിന്, സന്തോഷത്തിന് ശുക്ർ ചെയ്യാനും വേണ്ടി വിശ്വാസികൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് വളരെ ഖേദകരമായ, പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ ഒരു മാസക്കാലം കടഞ്ഞെടുത്ത് വ്രതം അനുഷ്ഠിച്ച് അറിവുകൾ നേടി പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് അനുഗ്രഹങ്ങളൊക്കെ തേടി കടഞ്ഞെടുത്ത ഒരു വിശ്വാസി ഒരൊറ്റ ദിവസം കൊണ്ട് പെരുന്നാളിന്റെ പ്രോഗ്രാം, സ്പെഷ്യലായ പല പ്രോഗ്രാമുകൾ ഉണ്ടാവും. ദീനിന് നിരക്കാത്ത, ശറഈന് നിരക്കാത്ത, വിലക്കപ്പെട്ട അത്തരം പരിപാടികളൊക്കെ പങ്കെടുത്ത് ഈ ഒരൊറ്റ ദിവസം കൊണ്ട്
30 ദിവസം നാം കരഗതമാക്കി ആത്മീയ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത അധികരിച്ചു വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, സഹോദരന്മാർ, അത് ചിന്തിക്കണം, അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് റമദാൻ ഈദുൽ ഫിത്ർ ആണെങ്കിൽ ഒരു ദിവസമാണ്, പിറ്റേന്ന് ശവ്വാൽ 2. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ റമദാന വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാല കമൻ സാമ ദഹറ കുല്ല. ഒരാൾ റമദാൻ 30 വ്രതമനുഷ്ഠിച്ചു, അതിനോട് തുടർത്തി അവൻ 6 നോമ്പ് നോറ്റു. അവിടെ തുടരെ റമദാനോട് ചേർത്തി പെരുന്നാൾ കഴിഞ്ഞ ഉടനെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 30 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു 6 നോമ്പ് നോറ്റാലും മതി എന്ന് ഫുഖഹാ പറഞ്ഞു കാണാം. ഇങ്ങനെ 6 നോമ്പ് നോറ്റാൽ കമൻ സാമദ്ദഹറകുല്ല, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, ഒരു ഹസനത്തിന് 10 പ്രതിഫലമാണല്ലോ. അപ്പൊ 30 നോമ്പ് നോൽക്കുമ്പോ 300 പ്രതിഫലമാണ്, അഥവാ 300 ദിവസം നോമ്പ് നോറ്റതുപോലെ. പിന്നെ 6 നോമ്പ് നോൽക്കുമ്പോൾ 60 പ്രതിഫലമാണ്. അപ്പൊ 60 ദിവസം നോമ്പ് നോറ്റതുപോലെ. അപ്പൊ 360 ദിവസമാണല്ലോ ഒരു കൊല്ലം. അങ്ങനെ ഒരു കൊല്ലം നോമ്പ് നോറ്റതുപോലെയാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്റെ വിശ്വാസികളായ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരന്മാരോട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധമായ റമദാനു ഷരീഫ് പുണ്യങ്ങളുടെ നിധികുംഭമായി അല്ലാഹു തആല നമുക്ക് നൽകി. ആ വിശുദ്ധ റമദാനു ഷരീഫിനെ അർഹിക്കുന്ന വിധം ആദരിച്ചുകൊണ്ട് അതിലുള്ള അനർഘങ്ങളായ ഒരു നിമിഷവും പാഴാക്കാതെ മണ്ണും വിണ്ണും ഒരുപോലെ സന്തോഷിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ മുതലെടുക്കാൻ നാമൊക്കെ ശ്രമിക്കണം. പരിശുദ്ധമായ ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പാരിത്രിക ലോകം വിജയപൂരിതമാക്കി തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പാരിത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ എത്തുന്ന നോമ്പുകാരിൽ അല്ലാഹു തആല നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വബില്ലാഹി വഅലല്ലാഹി ഫവദതും ദീനല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. മസ്ലക്കു സ്വാദ സംഘടിപ്പിക്കുന്ന നോമ്പും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും മറുപടിയും മുഖാമുഖ പരിപാടി ഇന്ന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും വർഷത്തിലൊരു പ്രാവശ്യം അവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നോമ്പ്. അറിവില്ലായ്മ കൊണ്ട് താൻ ചെയ്യുന്ന ആരാധനകൾ നിഷ്ഫലമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സംശയത്തിൻ്റെ രീതിയിൽ പൊതുജനങ്ങൾ കേൾക്കുകയും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായി വരുന്ന ഒരു 100 സംശയങ്ങൾക്ക് മറുപടി നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് തൻ്റെ റമദാൻ നോമ്പ് സാധുവാകാൻ ഏറ്റവും ഉപകാരപ്പെടും. ഒരു പക്ഷേ ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം കൊണ്ട് തന്നെ തൻ്റെ നിർബന്ധമായ ഒരു ആരാധന അസാധുവാകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാട്ടുകളിലൊക്കെ കാണുന്നത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്ന് പോലും അറിയാത്ത എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മുടെ വീടുകളിലുള്ള ഈ വയസ്സായ പുരുഷന്മാരും സ്ത്രീകളൊക്കെ നോമ്പ് നോറ്റിക്കഴിഞ്ഞാൽ സദാ തുപ്പിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്താണ് ഉപ്പ നിങ്ങൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നോമ്പായ തുപ്പൽ ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയും. വായിലുള്ളത് അകത്തേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയും. കേവലം നിസ്സാരമായ ഈ ഒരു അറിവ് പോലും എന്നും നമ്മുടെ സാധാരണ ജനങ്ങളിലില്ല. അതുമല്ലെങ്കിൽ ഒരു മനുഷ്യനിക്ക് രാത്രിയിൽ വലിയ അശുദ്ധി ഉണ്ടായാൽ
കുളിക്കാതിരുന്നാൽ പിറ്റേന്ന് നോമ്പ് നോക്കാൻ പാടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് പിറ്റേ ദിവസം നോമ്പില്ലാതെ നടക്കുന്ന എത്രയോ സാധാരണ ജനങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാം അറിയും എന്ന് നമുക്ക് തോന്നുമെങ്കിലും നിസ്സാരമായ ഒരു കാര്യം പോലും നമുക്കറിയില്ല. അറിവില്ലായ്മ മനുഷ്യനെ എല്ലാ കർമ്മരംഗത്തും ചുയ്തു നിൽക്കുന്നുണ്ട് എന്നർത്ഥം. റമദാൻ മാസത്തെ സംബന്ധിച്ച് കേവലം ഒരു 2-3 മണിക്കൂറുള്ളൊരു മുഖാമുഖം കൊണ്ട് റമദാനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രായോഗികമായ സംശയങ്ങൾ തീരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത് മസ്ലക്കിന്റെ ഒരു തുടക്കമായിരിക്കട്ടെ. ഈ സമുദായത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സേവനമായിരിക്കും. നാം ഒരു റമദാൻ മാസത്തെ സംബന്ധിച്ചൊരു ബുക്ക് ഇറക്കി അത് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചാൽ അതവർ വായിച്ചു കൊള്ളണമെന്നില്ല. വായിച്ചാൽ തന്നെയും അതവരുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കണമെന്നില്ല. അവരുടെ ശ്രവണപുടങ്ങളിലേക്ക് സംശയ രൂപത്തിൽ ഈ കാര്യം ഇട്ടുകൊടുത്താൽ നിർബന്ധമായും സ്വാഭാവികമായും അതവരുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാര് അവിടെ കിതാബുകള് ഇദാ ഖീല ലക ഫഖുൽ ഇദാ സുഇൽത ഫഖുൽ, ഒരു കിതാബിന്റെ തല മുതൽ അവസാനം വരെ നമ്മൾ അശ്റത്ത് കുത്തുബിൽ പോലും ചില കിതാബുകൾ ഇദാ ഖീല ലക നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഇദാ സുഇൽത നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ മറുപടി നീ മനസ്സിലാക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തരം ഉപകാരപ്രദമായ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനുമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാവിധ ആശംസകളും നേർന്ന് അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.